Good morning, my dear students. Let us continue our social science class. New chapter, chapter 8, Medieval World. Take your social science textbook, page number 121. In the first part, description gives us some hints about the European history between the 5th and 15th century CE. In the world history, this period is known as the medieval period. We have discussed the history of medieval India in the previous chapter. ഇപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് medieval വേൾഡ് ഹിസ്റ്ററി ഓഫ് യൂറോപ്പിനാണ് പഠിക്കുന്നത്. യൂറോപ്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. medieval പീരീഡ് എന്നാണ് ഈ പീരീഡ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പീരീഡിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. ദ യൂറോപ്യൻ കോൺസ്റ്റൻ്റ്ലി ഫേസ്ഡ് അറ്റാക്സ് ആൻഡ് ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് പീസസ് ഓഫ് ലാൻഡ് ടു ദ ലോർഡ്സ് ഹു ഹെൽപ്ഡ് ഇൻ ഡിഫെൻഡിങ് ദ അറ്റാക്സ്. അതായത് ഈ കാലഘട്ടങ്ങളിൽ യൂറോപ്യൻസ് വളരെയേറെ ഭീതിയിലാണ് കഴിഞ്ഞിരുന്നത്. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് പ്രധാന കാരണം. അപ്പോൾ ഈ ആക്രമണകാരികൾ നഗരങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടമുണർത്തിച്ചെങ്കിലും അവർ നിസ്സഹായരായിരുന്നു. അവസാനം രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ച് നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ധീരന്മാരും യുദ്ധവീരന്മാരുമായ നിരവധി പ്രഭുക്കൾ ജനങ്ങളുടെ സംരക്ഷകരായി രംഗത്ത് വന്നു. പ്രതിഫലമായി ലഭിച്ച ഭൂമി തങ്ങളോട് കൂറു പുലർത്തിയവർക്കും സേവനങ്ങൾ നൽകാൻ തയ്യാറായവർക്കും അവർ വീതിച്ചു നൽകി. ഇങ്ങനെ ഭൂമി ലഭിച്ചവർ ഇതേ വ്യവസ്ഥതയിൽ മറ്റു ചിലർക്ക് ഭൂമി കൈമാറി. ഇത്തരത്തിൽ വിതരണം ചെയ്ത ഭൂമിയിൽ കർഷകരെ കൊണ്ട് പകലന്തിയോളം ജോലി ചെയ്യിപ്പിച്ചു. അടിമകളെ പോലെയായിരുന്നു ഈ കർഷകരുടെ ജീവിതം. Look at the diagram given in page number 122. In this diagram we get various strata of medieval European society. The king enjoyed the highest status in the society. He was the sole owner of the entire land. He distributed the land among the lords. In return, the lords offered military service. The lords in turn gave a part of their land to lesser lords and demanded services for them. This social system in the medieval Europe, formed on the basis of land ownership, is called feudalism. The farmers stood at the lowest stratum of the feudal society. They were the majority and were compelled to work in the fields and houses of the lords. The vast areas of land held by the lords were known as manor. Apart from the fields, each manor consisted of meadows, manor house, mills, huts of farmers and a place of worship. താഴെ തന്നിരിക്കുന്ന ഈ ഡയഗ്രത്തിൽ നിന്ന് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു. ആദ്യം നമുക്ക് രാജാവാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. ആ രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥൻ രാജാവായിരുന്നു. രാജാവ് ഭൂമി ആർക്ക് കൊടുത്തു? ലോർഡ്സിന് കൊടുത്തു. ലോർഡ്സ് അതിന് പകരമായിട്ട് മിലിറ്ററി സർവീസസ് രാജാവിന് നൽകി. അതിനുശേഷം ലോർഡ്സ് അവർക്ക് കിട്ടിയ ഭൂമി ലെസ്സർ ലോർഡ്സിന് വീതിച്ച് നൽകി. അപ്പോൾ ലെസ്സർ ലോർഡ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിരുന്നു. അവരാവശ്യപ്പെട്ട സേവനങ്ങളൊക്കെ ലെസ്സർ ലോർഡ്സാണ് നൽകിയിരുന്നത്. ഇങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിനെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഈ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ കർഷകരാണ്. സമൂഹത്തിലെ ഏറ്റവും കൂടുതലുള്ള വിഭാഗം അവരാണ്. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിൽ വീടുകളിൽ ജോലി ചെയ്യാനൊക്കെ ഇവർ നിർബന്ധിതരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ മാനർ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ
മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഹെഡിങ് സിറ്റീസ്, ട്രേഡ് ആൻഡ് ട്രേഡ് ഗിൽഡ്സ്. Trade was not prominent during the feudalistic period in the medieval era. The products of the manor were consumed right there. The farm products and farming tools were exchanged in the local markets. അപ്പോൾ ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെയാണ് ചെലവഴിച്ചിരുന്നത്. ഓരോ പ്രദേശത്തും സംഘടിപ്പിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളും വിനിമയം ചെയ്തിരുന്നത്. Many new cities developed in Europe by the 11th century CE. Centers of trade and handicrafts gradually developed into cities. Areas around ports also became cities. Such new cities initially began to develop in Italy. The Italian cities had trade relations with the Asian and the West European countries. Venice, Milan, Florence, and Genoa were the major newly developed Italian cities. CE 11 നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ കരകൗശല വ്യവസായ കേന്ദ്രങ്ങളാണ് നഗരങ്ങളായി മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച് ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ന്യൂറംബെർഗ്, ജർമ്മനി ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, ടർക്കി were the other major European cities. Spices, gems and clothes from India and China were imported to these cities. From there, these goods were transported to the other European countries. അപ്പോൾ നമ്മുടെ ന്യൂറംബെർഗ്, ജർമ്മനിയിലുള്ള ന്യൂറംബെർഗ്, തുർക്കിയിലുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. അവിടെ നിന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. Most of these cities had their own administrative system. Tall boundary walls were built to protect these cities. These cities were not at all hygienic and were under the threat of epidemic like the plague. അപ്പോൾ മധ്യകാലഘട്ടത്തിലെ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങൾ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളുടെ ഭീഷണിയിലും ആയി. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു മാപ്പാണ്. വിത്ത് ദ ഹെൽപ്പ് ഓർ ആൻ അറ്റ്ലസ് ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ കൺട്രീസ് വേർ മെഡീവൽ സിറ്റീസ് മെൻഷൻഡ് ഇൻ ദ എബവ് മാപ്പ്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ ഭൂപടത്തിൽ പറയുന്ന മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്ന നഗരങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിലാണ് എന്ന് കണ്ടെത്തി എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള നഗരങ്ങൾ ഇപ്പോൾ ന്യൂറംബെർഗ് ഉണ്ട്, ജനോവയുണ്ട്, മിലാൻ, വെനീസ്, ഇതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് കണ്ടെത്തി നിങ്ങൾ എഴുതണം. നെക്സ്റ്റ്, ദ ന്യൂലി ഡെവലപ്ഡ് യൂറോപ്യൻ സിറ്റീസ് were the centers of handicrafts and trade. The traders in these cities formed associations called guilds. Apart from traders, blacksmiths, goldsmiths, leather workers, and carpenters also formed guilds. The guilds fixed the prices and the quality of products and the working hours of the laborers. അപ്പോൾ യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പം നമ്മളത് നേരത്തെ പഠിച്ചതാണ്.
ഈ നഗരത്തിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽപ്പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചു. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചത് ഈ ഗിൽഡുകളായിരുന്നു. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, അതുപോലെ തന്നെ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക. നന്നായി തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.